ഹായ് ഓൾ അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരുടെ വിശേഷങ്ങളെല്ലാം പറയാം. എൻ്റെ വിശേഷങ്ങൾ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയാം. വിശേഷങ്ങൾ കുറേ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടേ വീഡിയോസ് എല്ലാം എടുത്തിട്ട് വെച്ചിട്ട് അവിടെ തന്നെ ഉണ്ടെന്ന് അപ്ലോഡാക്കാത്ത ടൈം കിട്ടാത്തതുകൊണ്ടില്ലേ പെൻഡിങ്ങിലുണ്ട്. ഒരു 10 ദിവസം അപ്പുറത്തെ വീഡിയോ എല്ലാം ഉണ്ട് വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ എല്ലാം ഒന്ന് വീഡിയോ എഡിറ്റ് ആക്കിയതിന് ശേഷം ഡിലീറ്റ് ആക്കണം. ബാക്കിയുള്ളതെല്ലാം സ്റ്റോറേജ് ഫുള്ളായിട്ടില്ലേ. ഐഫോണൊന്നും ചെല്ലുന്ന മാത്രം നമ്മൾ സാധാ ഫോണിനേക്കാളും ഇല്ല സ്പേസ് ഇല്ലാന്നില്ലേ ഐഫോണിൽ എന്ന് പറഞ്ഞിട്ട് ഒരു വക സ്റ്റക്കായിട്ട് ഭ്രാന്ത് പിടിക്കുന്നു അങ്ങനെ. അപ്പോൾ രാവിലെ വന്നിന് ഇതെന്ത് കഥയെന്നറിയോ, ഞാൻ അസ്രോന്നുണ്ടായിരുന്നിട്ട് 2 ഗ്ലാസ് തന്നെ കോഫി ആക്കിയിട്ടുണ്ടായി. അപ്പോൾ ഉണ്ട് ഇതാതും മിന്നും അണിച്ചിട്ട് വരുന്നത്. അങ്ങനെ എല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് അതിൽ തന്നെ ആക്കിയിട്ട് ഞാനും മക്കളും മാപ്പിളും എല്ലാവർക്കും കഴിച്ചതാണ്. അപ്പോൾ ഇതെന്തറിയോ, ഇത് വരുമ്പോൾ കൊടുന്ന ട്രേ ആയി നല്ല ഭംഗിയില്ലേ കാണാൻ. ഓഫ് വൈറ്റും ഗോൾഡൻ തീമായിട്ട് നല്ല കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ട്. അപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇല്ലേ, വൈറ്റ് എന്ത് സംഭവം ഉണ്ടെങ്കിലും ഒരു പാങ്ങന്നല്ലേ കാണാനല്ലേ. അതിലേക്ക് വൈറ്റും ഗോൾഡനും വരുമ്പോൾ നല്ലൊരു മാച്ചിങ് ആണ്. അപ്പോൾ ഇതിൽക്ക് നമുക്ക് എന്തെങ്കിലും വന്നെങ്കിൽ ഇങ്ങനെ കോഫി ചായ ജ്യൂസാ അല്ലെങ്കിൽ കേക്കെല്ലാം ഇങ്ങനെ സെർവ് ആക്കിയിട്ട് കൊടുക്കാൻ നല്ലൊരു പാങ്ങാന്ന്. കാണാൻ തന്നെ നല്ല ചെല്ലേ. ഞാൻ ഇങ്ങനെ കുറേ നേരം നോക്കി വന്നതാന്ന് പറയാം. അപ്പോൾ ഇത് ഈസ്റ്റ് ഞാൻ അവിടെ തന്നെ കൊണ്ടുവരാൻ ചെല്ലിനാ. അടുത്ത നല്ല ഉണ്ടാകുന്നു ഈസ്റ്റ്. ഒരിക്കൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നിട്ടുണ്ടായിന്. അപ്പോൾ റുക്സാനായിട്ട് അപ്പോൾ ഓൾ തന്നത് അങ്ങനെ നല്ല ഈസ്റ്റായി. അപ്പോൾ അതിനെ എന്നെ കാണിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ വേണമല്ലേ, അങ്ങനെ തന്നെ ഈസ്റ്റ് കൊണ്ടുവന്ന് തന്നത് നല്ല ഉണ്ട്. ഇപ്പോൾ ഞാൻ 3 ഓർഡറിന് ഈസ്റ്റ് ഇട്ടിട്ട് എന്തുണ്ടായി, ഞാൻ ഒരിക്കൽ പിസ്സാൻ്റെ ഓർഡർ ഉണ്ടായി, ബൈക്ക് ബട്ടൂര് 2-3 ഓർഡർ അതെല്ലാം ചെയ്തിട്ട് നല്ല ഉണ്ടായി അത് ഞാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഞാനൊരു മൈലാഞ്ചിൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ലേ, അതിൻ്റെ മംഗലത്തിനാണ് നമ്മൾ പോകുന്നുള്ളത്. ആ മംഗലത്തിന് പോകുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടേ കുറേ ദിവസമായി. അപ്പോൾ അതിൻ്റെ എല്ലാം ബാക്കിയുള്ളത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും പോകുന്നുണ്ട്. പിന്നെ എന്ത് വിൻ വാലി എന്നിട്ടുള്ളൊരു ഹോളില്ലേ ചെറുക്കലത്തെ പുതിയ ആടെയാന്ന്, പുതിയതല്ലാന്ന് തോന്നല്ലേ. ഞാൻ പക്ഷെ പോയത് ഫസ്റ്റ് ടൈം കണ്ടത്, ഞാൻ കണ്ടിട്ടുണ്ടാവില്ല ഇത്ര ഹോള് അങ്ങനെ. അപ്പോൾ ഞാനും മക്കളും മാപ്പിളും എല്ലാവരും പോകുന്നുണ്ട്. ഉമ്മ ഉണ്ട്, അനിയൻ്റെ ഓളുണ്ട്, ഏട്ടൻ്റെ ഓളുണ്ട്. നമ്മളെ മുറ്റത്ത് തന്നെ നമ്മളെ ഫാമിലി തന്നെ. ഇങ്ങോട്ടുള്ളതെല്ലാം നമ്മളെ കാക്ക കുഞ്ഞിമ്മ പുള്ളിയാക്കും മക്കൾ ഇളമാവരിയാക്കും അങ്ങനെയാന്ന് പറഞ്ഞാൽ. പുറത്തലത്തെ എല്ലാവരില്ല ഇങ്ങോട്ട് അടുത്തുള്ളതല്ലോ. അതുപോലെ ഇത് നമ്മളെ ഗ്രൗണ്ട്, നമ്മളപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഗ്രൗണ്ടില്ലേ, ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് പോരെ. അപ്പോൾ മംഗലം ഓൺലൈനോ ഇപ്പോൾ മൈലാഞ്ചി പോരലുണ്ടായി ഞാൻ അങ്ങനെ. അപ്പോൾ എല്ലാവരും വന്നിട്ട് അടത്തി എല്ലാവരും ചോറും സംഭവങ്ങളെല്ലാം കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ. പിന്നെ സൺഡേ തന്നെ ഇല്ലേ കുറേ എല്ലാ പിള്ളമാരുണ്ടായിരുന്നു. ഇല്ല നമ്മളെന്ത് പിള്ളേരെ കിട്ടില്ല, ഞാൻ സ്കൂളിൽ പോയിട്ടാണ് അടിക്കുന്നത്. ഇതോറ് സ്കൂളിലത്തെ പിള്ളേരെല്ലാം മിസ്സാണ്ടാന്നിട്ട് തന്നെ സൺഡേ ആക്കിയത്. അങ്ങനെ എല്ലാ പിള്ളമാരും ഉണ്ടായിന്. അങ്ങനെ പുതിയാപ്പിളുടെ ഉമ്മയും പെങ്ങളും എല്ലാ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് പുതിയാപ്പിളുടെ ഉമ്മാവും പെങ്ങളും പറഞ്ഞാൽ. അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയാണ് അങ്ങനെ അതുകൊണ്ടതിന് ചിക്കൻ ഫ്രൈ എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ ചൂടി ചോറിഞ്ഞു. പിന്നെ മറ്റേ മൈസൂർ പാക്ക് മറ്റ് വേറെ എന്തോ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഹോള്. അതിൻ്റെ ബേക്കുന്ന സെക്ഷന് വേറെ, ഫോട്ടോസ് എടുക്കുന്ന സംഭവങ്ങൾ അത് വേറെ, പിന്നെ പാർക്കിംഗ് ഏരിയ എല്ലാം നല്ല ഉണ്ട്. നല്ല സ്പേസ് കാണും നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ കയറുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കും സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് ഫുഡ് കഴിക്കുന്ന ഏരിയ. വേറെ തന്നെ അറിഞ്ഞാൽ നമുക്കൊരു വേറൊരു ഫീല് കാണുമ്പോൾ അങ്ങനെ. അപ്പോൾ നോക്കിയാൽ അതിൻ്റെ സൈഡ് ഒരു നല്ല കുന്നിൻ്റെ മുകളിൽ പോലെ ഉണ്ട്. റോഡിൻ്റെ ഇപ്പുറത്തെ റോഡുകളിൻ്റെ അപ്പുറത്തെ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ എല്ലാം ഉള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടാകുമ്പോൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് ഫോണും ഇതെല്ലാം ഒന്നും ഉണ്ടായിന്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുത്തതാണ് ഇടുന്നിട്ട് നമുക്ക് ഇങ്ങനെ കുറേ വണ്ടി പാർക്കാക്കാനുള്ള സംവിധാനം അവിടെ തന്നെ ഉള്ളതുകൊണ്ട് എല്ലായിടത്തും ഉണ്ടാകുന്നു. പക്ഷേ ഇതിങ്ങനെ ഫ്രണ്ടിൽ കാണുന്നുണ്ട് നല്ല പാങ്ങുണ്ട്. കുറേ അങ്ങോട്ട് വണ്ടി വെച്ച് നടക്കണ്ട അങ്ങനെ. അപ്പോൾ പുതിയ പുതിയാപ്പിളെല്ലാം ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്, നല്ല ഫ്ലവറെല്ലാം വെച്ചിട്ട് നല്ല ചെയ്യില്ലേ കാണാൻ. നല്ല ഉണ്ടായിന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മറന്നുപോയി അവിടെ എടുക്കാൻ. അങ്ങനെ നമ്മൾ കുറച്ച് തന്നെ പോയിട്ടുണ്ടായിരുന്നു. 12-12:30 ആ ഒരു ടൈമിൽ പോയിന്. അപ്പോൾ വീട്ടിൽ തന്നെ ബസ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ബസ്സിൽ പോയിട്ടില്ല, ഓറുണ്ടായിരുന്നല്ലോ. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ തന്നെ പോയത്. അങ്ങനെ അവിടെ പോയിട്ട് കുറേ നേരം നിൽക്കാൻ ടൈമില്ല. തന്നെ മിന്നിൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്, എല്ലാവരും ഒന്നിച്ചിട്ട് പോകുന്നതും വരുന്നതെല്ലാം ഉണ്ട്. അവിടെ പ്ലേ ഏരിയ എല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേഗം വന്നതാണ്. പുതിനാട്ടിയുണ്ട്, പുതിയാപ്പിളുണ്ട്, എല്ലാവരും ഉണ്ട്. കുറേ നേരം നിൽക്കാൻ നമുക്ക് ടൈം ഉണ്ടായിട്ട് അടുത്ത ഉറക്കന്നെ ഓർഡർ ഉണ്ടായിരുന്നു. സ്നാക്സിൻ്റെ എല്ലാം അതെല്ലാം കൊടുക്കാനുണ്ട്. അടുത്ത പെണ്ണുങ്ങ് ഇവിടെ കൊണ്ടാക്കാൻ വരുന്നില്ലേ, കുറച്ചാൾ വരുന്നതെന്നല്ല പറഞ്ഞിന്. അപ്പോൾ അമ്മായി ഫസ്റ്റ് ഓർഡർ ആക്കി എല്ലാം റെഡിയാക്കി തരണമെന്നല്ല ചെല്ലിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ
അങ്ങനെ വേഗം വന്നിട്ട് എല്ലാ സ്നാക്സ് റെഡിയാക്കുന്നുണ്ട്. രാത്രിക്ക് വേറെ ഒരു സ്നാക്സിൻ്റെ ഓർഡർ ഉണ്ട്, അതിന് കുറച്ചും. അപ്പോൾ ചിക്കൻ കോണ്, പിന്നെ എന്ത് ഉണ്ടാക്കി, കട്ട്ലൈറ്റ്, ഉന്നക്കായ, വേറെന്താ, എല്ലാവരും ഹെൽപ്പാക്കിന്. മാപ്പിളയും മക്കളും അല്ലേക്ക് എല്ലാവരും ഹെൽപ്പാക്കിന് വേയാൻ വേണ്ടിയിട്ട്. അട്ടിപ്പത്തിരി, മുട്ടയപ്പം, ബ്രെഡ് പോക്കറ്റ്, ചിക്കൻ കോണ്, പിന്നെ ഉണ്ടാക്കി, എന്ത് കൊടുത്ത ഇങ്ങനെ ടോട്ടൽ ഒരു 6 സ്നാക്സ്, 6-7 എന്തോ ഉണ്ടായിന്, ശരിക്കും ഓർമ്മയില്ല, 6 തോന്നുന്നു. പിന്നെ രാത്രിക്ക് രാത്രിക്ക് വേറൊരു ചെറിയൊരു സ്നാക്സ് ഉണ്ടായിന്. പിന്നെ അന്ന് തന്നെ ഇതുണ്ടായിന്, എന്ത്, ഒരു 50 ആളെ ബിരിയാണി, 60 ആളെ ചിക്കൻ ബിരിയാണി മാത്രം, ചിക്കൻ ബിരിയാണിയും കച്ചമ്പറും. പിന്നെ ഫ്രൈയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ഫ്രൈ ആക്കിയിട്ട് തന്നെ ഇട്ട് തരണമെന്നല്ല പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ചിക്കൻ ഫ്രൈ പോലെ തന്നെ ആക്കിയിട്ടായിട്ട് മസാല ആക്കിയതാണ്. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ടായിട്ടില്ല, ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, കുറേ ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ട് കാണിക്കുന്നതാണ്. 1-2 ദിവസത്തെ വീഡിയോ അല്ല, ഒരു 4-5-6 ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ട് കാണിക്കുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ അപ്പോൾ അത് റെഡിയാക്കിയിട്ട് അതിന് ശേഷം ഞാൻ രാത്രിക്ക് വേറൊരു ഓർഡർ ഉണ്ടായില്ലേ ചെറിയത്, അതും കൊടുത്തിട്ടായിട്ടില്ലേ. നമുക്ക് മൊഗ്രാലിൽ വരുന്നുണ്ടായി നമ്മളെ പുരയിൽ. ഇത് അസ്രു വന്നിട്ടായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിട്ടപ്പാ, എന്തൊക്കെ ഓർമ്മയില്ല. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വന്ന് ഞാൻ തോന്നുന്നു, അങ്ങനെ ആങ്ങളെ വിളിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ട്, ചിലപ്പോൾ വരും, കഴിയുന്നില്ല അങ്ങ് വരില്ല എന്നല്ലിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും ഉണ്ടല്ലോ, ഒന്ന് കൂടിയിട്ട് പോകാമെന്നല്ല വെച്ചിട്ട് ആങ്ങളെ വിളിച്ചിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഏകദേശം ഈ ഓർഡറെല്ലാം കൊടുത്തിട്ട് പോയല്ലേ, 10:30 മണി എന്തോ ആയിന്ന് തോന്നുന്നു. അവിടെ പോകുമ്പോൾ തന്നെ അങ്ങനെ എല്ലാവരോളം ആങ്ങളുടെ ഓളം ഉപ്പ എല്ലാവരും ഉണ്ടായിന്. അതിന് എത്തി നമ്മളെ ഏട്ടത്തിമാരെല്ലാം അതെല്ലാം പോയിട്ട് വന്നിട്ട് അതിന് ശേഷം ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ രാവിലെ ഒന്ന് പുറത്ത് പോകണ്ടായി, ഏകദേശം ഒരു 6-7 മണിക്ക്. അത് പോയിട്ട് വന്നിട്ടായിട്ടില്ലേ, പിള്ളേരൊന്നും വന്നിട്ടില്ല, തന്നെ അതൊന്നും മതി. പിന്നെ ഈ ചോട്ടനെ മാത്രം എടുത്തിന്. ഇത് പാലിൽ ഇറങ്ങിയിട്ട് കയറി എപ്പോൾ വന്നിട്ട് നമുക്ക് കയറിയല്ല, അതുകൊണ്ട് തന്നെ ആൾക്കിരി വന്നാൽ കറവില്ല ആവില്ല. അതിനെ കൊണ്ടുവന്നിട്ട് ഞാൻ കോഫി ആക്കിയിട്ടുണ്ടായിന് പേരിൽ. എന്നിട്ട് പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാ ആക്കിയ കോഫിനെ ഫ്ലാസ്കിൽ ഒഴിച്ചിട്ട് ചൂടോടെ കൊണ്ടുവന്ന് കുടിക്കാണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ ഇഡ്ഡലിയും വടയും ചട്നിയും സാമ്പാറെല്ലാം കഴിക്കുമ്പോൾ കോഫി കുടിച്ചതാണ്. അത് കുടിച്ചിട്ടായിട്ടായതിന് ശേഷം പെരക്ക് പോയിന്. ഏകദേശം ഇപ്പോൾ എത്ര മണിയായിന് അറിയോ, 7:30 മണിയായിന്. അപ്പം ഞങ്ങൾക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു പിസ്സാൻ്റെ ഞാൻ ബാറ്ററെല്ലാം റെഡിയാക്കിന്. പക്ഷെ ഞങ്ങൾക്ക് കൊടുക്കുന്ന ഓർമ്മയേ ഇല്ല. വന്നിട്ടാകുമ്പോൾ അവർ പറഞ്ഞു 9:30 മണിയാകുമ്പോൾ റെഡിയാക്കി തരണോന്ന്. 8 മണിയാകുമ്പോൾ അവർ വിളിക്കുന്ന പിസ്സ റെഡിയായിനാ, ഞങ്ങൾ വരാക്കിക്കുന്നുണ്ട്. പഠിച്ചോന അപ്പോൾ കഴിച്ചിട്ടായതുകൊണ്ട് സമാധാനം ഇല്ലെങ്കിൽ പകുതിന്ന് പറഞ്ഞിർത്തിയറിഞ്ഞ. അങ്ങനെ വേഗം നടന്ന് ടൗണിൽ നിന്ന് വേഗം വന്നിട്ടായതിനു ശേഷം ഇല്ലേ, പെട്ടെന്ന് എയില ആക്കിയത് റെഡിയാക്കിയത് നമുക്ക് അറിയില്ല. ഒരു ഗ്യാസിൽ ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ച്, ഒന്നിൽ സോസാക്കാൻ വെച്ച്, അങ്ങനെ ആക്കിയിട്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എൻ്റെ കൊടുത്ത്. അപ്പോൾ ഓർക്ക് ഈ നായിക്കാപ്പിൻ്റെ ഉള്ള അറിയുന്നില്ല, ഒരു ചെറുക്കൾ നടന്നു ദൂരത്ത് വരുന്നവരും. അങ്ങനെ നമ്മൾ നായിക്കാപ്പിലേക്ക് കൊണ്ടുപോയതാന്ന് പറഞ്ഞാൽ. അങ്ങനെ കൊടുത്തിട്ട് പോയതിനു ശേഷം അൽഹംദുലില്ലാഹ് അത് കൊണ്ടുപോയി. എന്നിട്ടായിട്ട് നമുക്ക് ഉച്ചക്ക് ഞങ്ങൾക്കില്ലേ ഒരു ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിന് ഞങ്ങളുടെ തന്നെ സ്കൂളിൽ. അങ്ങനെ ഞാനും സെമി സത്താറിനെ ഒരുപാട് എല്ലാവർക്കും അറിയായിരിക്കും, ഫുഡിൻ്റെ എല്ലാം ഭയങ്കരത്തിൻ്റെ ആളാണ്. അങ്ങനെ ഓളും ഞാനും ആണ് ജഡ്ജാക്കിയത്. അപ്പോൾ നല്ല മാഷാഅല്ലാഹ് അടിപൊളി ഫുഡെല്ലാം ഉമ്മമാർ നല്ല വാങ്ങല റെഡിയാക്കി കൊടുത്തിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എല്ലാം ഓരോന്നോരോന്ന് സെക്ഷൻ ആക്കിയിട്ട് വെച്ചിന്. പുഡിങ്ങിൻ്റെ വേറെ, പിന്നെ സ്നാക്സ് വേറെ, റൈസ് വേറെ, അങ്ങനെ ബിരിയാണി, സ്നാക്സ്, പുഡിങ്, കേക്ക്, അങ്ങനെയെല്ലാം വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാത്തിനും ഇങ്ങനെ വേറെയാണ് മറക്കലിടുന്നത്. പിന്നെ നമുക്കൊരു ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് കൊടുക്കാൻ കഴിയില്ലല്ലോ. തിരഞ്ഞെടുത്തിട്ട് അതിനെ എങ്ങനെ ആക്കിയിട്ട് നോക്കിയിട്ട് നമുക്ക് അതിലേ ഡെക്കറേഷനും മാർക്ക് കൊടുക്കണോ. പിന്നെ കുക്കിംഗ് ഡ്രസ്സ് ഉണ്ടല്ലോ, അതിനും മാർക്കുണ്ട്. ഓരോരോ ഉമ്മമാർക്ക് കഷ്ടപ്പെട്ടിട്ടില്ലേ ഇതിൻ്റെ നമ്മളെ ചാർട്ടിലെല്ലാം വരച്ചിട്ട് മുറിച്ചിട്ട് കട്ടാക്കിയിട്ട് അതിൻ്റെ ക്യാപ്പും അതിൻ്റെ ഡ്രസ്സെല്ലാം ആക്കിയിട്ട് മാഷാ അല്ലാഹ് നല്ല ഫോട്ടോ എടുത്തിട്ട് വെച്ചിനറിഞ്ഞാൽ ഓരോ ഉമ്മമാരും. ഓരോരോ കഴിവല്ലേ. അപ്പോൾ ഓരോന്ന് വരച്ചിട്ട് വെച്ചിന്. ഒരാൾ ചെറിയ കുഞ്ഞ് ഡ്രസ്സാക്കിയിട്ടിന്, ഒന്ന് നല്ല ഡെക്കറേഷൻ ആക്കിയിട്ട് ഫുഡാക്കിന്, കേക്ക് ഐറ്റം അല്ലെങ്കിൽ നല്ല ഇലാക്കിയിട്ട് വെച്ചിന്. പക്ഷെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല അല്ലേ. അത് ഞാനിപ്പോൾ കോമ്പറ്റീഷൻ ഇപ്പോൾ അല്ലേ ഞാൻ ജഡ്ജായിട്ട് പോയത്. ഇപ്പോൾ 2-3-4 ജഡ്ജായിട്ട് ഞാൻ പോയിട്ടുണ്ടായി. പിന്നെ അന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുമ്പോഴേക്കും അങ്ങനെ നമ്മൾ ഇവിടുന്ന് കഷ്ടപ്പെട്ടിട്ട് ഉറങ്ങാണ്ട് രാവിലെ ഒരു 9 മണിക്കെല്ലാം പരിപാടിയെല്ലാം ഉണ്ടെങ്കിലേ
രാവിലെ 4 മണിക്കാ 3 മണിക്ക് വെച്ച് തുടങ്ങും ഉണ്ടാക്കാനല്ലോ. എന്നിട്ട് നമുക്ക് അതിന് എത്ര ടേസ്റ്റ് ആക്കിറാം നമുക്ക് ഫസ്റ്റ് അങ്ങനെ ആയിട്ടല്ലേ പോകുന്നത്. പക്ഷെ എന്താവും എത്ര വട്ടം ഞാൻ തോറ്റിട്ട് വന്നതിനറിയോ, കുറേ വട്ടം ജയിച്ചിട്ട് വന്നിന്, കുറേ വട്ടം തോറ്റിട്ട് വന്നിന്. സെക്കൻഡ് കിട്ടീന്, തേർഡ് കിട്ടീന്, ഫസ്റ്റ് കിട്ടീന്. മാഷാ അല്ലാ അതെല്ലാം നമ്മൾ ഒരു ഇതുപോലെ ഉണ്ടാവും. എല്ലാത്തിലും നമുക്ക് കിട്ടും സെറ്റാവുന്നൊന്നുമില്ല എന്നൊക്കെ എല്ലാം സെറ്റാക്കിയിട്ട് വെച്ച് നോക്കും അമ്മമാരല്ലേ. അപ്പോൾ ഇല്ല ഇങ്ങനെല്ലാം ആയ നമുക്കൊരു എക്സ്പീരിയൻസാണ്. ഇങ്ങനത്തെ പരിപാടിക്കെല്ലാം പങ്കെടുത്തെങ്കിൽ ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം. നമ്മൾ ടേസ്റ്റും നോക്കുന്നു മെയിനായിട്ട്, പിന്നെ ഡെക്കറേഷനും നോക്കുന്നു. നമ്മൾ ഒരു സംഭവം ഒരു ഡെക്കറേഷൻ ആക്കിയിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഗ്ലാസ്, ബൗള്, സ്പൂണ്, ടിഷ്യൂ, വെള്ളം എന്നിട്ട് ഇങ്ങനെ ഒരു തീം പോലെ ആക്കിയിട്ട് വെക്കണം. അപ്പോൾ അതിനെല്ലാം മാർക്കുണ്ട് പറഞ്ഞാൽ. അങ്ങനെ കുറേ അവിടെ ഞാൻ പോയിട്ട് ബേജാറിലും സന്തോഷത്തിലും എനിക്ക് വന്നിന് അന്നല്ലോ. ഇപ്പോൾ എവിടെയെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ ഇഷ്ടമാണ്. കേക്കിന് ഞങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ആണല്ലോ പോകാൻ. കേക്ക് നല്ല കഷ്ടമുണ്ട്. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ടില്ലേ, അവിടെ കുറേ നേരമാണ് ജഡ്ജ് വരാനെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടാകുമ്പോൾ അതിനെ കത്തിട്ട് അത് മെൽട്ടായിട്ട് അങ്ങനെ അതിന് പ്രാന്താണ്. അതിന് ഞങ്ങൾക്ക് ഫുഡെല്ലാം സ്നാക്സ് ഫുഡെല്ലാം ആക്കിയിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ അറിഞ്ഞെങ്കിൽ ഞാൻ കൈന്നത്ര പോകാനിട്ട് നോക്കലുണ്ട്. അപ്പം ഞാനൊരു ബിരിയാണീൻ്റെ ഒന്നും ഉണ്ടായിട്ടില്ലേ, അങ്ങനെ പോകണമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായി. പക്ഷേ അത് ഓരോരാളെ വിളിക്കുന്നത് എല്ലാവരും ഇല്ല. ഓരോരാളിങ്ങനെ അതിൽ ഒരു കണക്കുണ്ട്, ഒരു നാട്ടിൽ നിന്ന് 30 ആളെന്ന് അങ്ങനെ എന്തോ അങ്ങനെ അതിന് പോവാൻ. അത് ഇടയില്ലേ ഇപ്പോൾ അബ്സല്യൂഷനിൽ ഫുഡ് കോമ്പറ്റീഷൻ ഉണ്ടായിന്, പിന്നെ റൈറ്റിംഗ് ഉണ്ടായിന്, അങ്ങനത്തെ എന്തെല്ലോ വേറെ എന്തെല്ലോ മത്സരമെല്ലാം ഉണ്ടായി. അപ്പോൾ അതാ കുറച്ച് മാമാറും എല്ലാം ഉണ്ട്. അഫ്സൽ എൻ്റെ ബ്രോ അല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. ഭയങ്കര പ്രസംഗവും സംഭവങ്ങളെല്ലാം ഉണ്ടായിന്. ഒരു മാഷാ അല്ലാ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടായത് ട്യൂഷനിലാണ്. ട്യൂഷന് തുടങ്ങിയിട്ട് സെറ്റായിട്ടായതിനു ശേഷമാണ് പിന്നെ ഒന്ന് ക്ലാസ് തുടങ്ങിയത്. മാഷാ അല്ലാ തുടങ്ങിയിട്ട് കുറച്ച് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പിള്ളമാരുണ്ടായിരുന്നത്, കുറച്ച് ടീച്ചേഴ്സും ഒന്ന് 2 ടീച്ചേഴ്സും ഒരു ഇത്തിരി പിള്ളേരെല്ലാം ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഓനിക്കില്ലേ ഈ സാറിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റും ആ ഒരു എന്തുള്ള ഈ ചെയ്യുന്ന പണീനോടുള്ള ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ്. മാഷാ അല്ലാ എത്തി ഇപ്പോൾ കുറേ ടീച്ചേഴ്സും ഉണ്ട്, കുറേ പിള്ളമാരുണ്ട്. ഓഫ്ലൈനായിട്ടുണ്ടെങ്കിലും ഗൾഫിലും ആടി ഈടിയെല്ലാം കുറേ പിള്ളമാരുണ്ട്. മാഷാ അല്ലാ ഇപ്പോൾ ഓൻ്റെ കീഴിൽ പണിയെടുക്കുന്ന കുറേ ഒരു 100ഓളം ടീച്ചേഴ്സും ഉണ്ട്. മാഷാ അല്ലാ അൽഹംദുലില്ലാ. അങ്ങനെ അത് ഭയങ്കര ഒരു ഇതാണെന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ടൈമിൽ ഞങ്ങളെല്ലാം ഇതായിക്കൊണ്ടതിന് കുറച്ച് പിള്ളേരെ വെച്ചിട്ട് എന്താക്കുന്നത്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതാക്കാഞ്ഞല്ലോ, വേറെ എന്തെങ്കിലും ജോബ് നോക്കാഞ്ഞല്ലോ എന്നുള്ളിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. ഇൻഷാല്ലോ ഉഷാറാവും സെറ്റാവും, നമുക്ക് സെറ്റാക്കിയിട്ട് എടുക്കാമെന്ന് ഉഷാർ അങ്ങനെയാണെന്നാണ് പറഞ്ഞുകൊണ്ടതിനത്. മാഷാ അല്ലാ അങ്ങനെ എൻ്റെ നാക്ക് പൊന്നായി. മാഷാ അല്ലാ ഇപ്പോൾ നല്ലൊരു നിലയിലെത്തിന്. മാഷാ അല്ലാ അൽഹംദുലില്ലാ ഇങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് പിള്ളമാരെ പഠിപ്പിക്കാൻ, പിള്ളേർ എല്ലാവർക്കും ക്ലാസ് എടുക്കാൻ, മോട്ടിവേഷനാക്കാൻ അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടം എനിക്ക്. അതാണ് അങ്ങനെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ പിള്ളമാരെല്ലാം കേക്കെല്ലാം കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടില്ലേ നമ്മളെ പൊരിൻ്റെ അടുത്ത് തന്നെയുള്ള ഷോപ്പിൽ നിന്ന് അച്ചാറും പാൽപ്പേടയില്ലേ പാൽഗ്രാമം അതെല്ലാം മേങ്ങിയിട്ട് വന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു പുഡിങ് അല്ല ഇതെന്താ മുട്ടമാലയും പുളിവെള്ളം കൊടുക്കാണ്ട്. ഇനി ഇത് വേറെ ആരല്ല, നമ്മളെ സ്വന്തം ജാസ്മിയമ്മായി ഭയങ്കര സബ്സ്ക്രൈബേഴ്സാണ്. ഭയങ്കര ഇഷ്ടം തന്നെ അറിഞ്ഞാൽ എപ്പോഴും ചിലരുണ്ടായി എത്തി ജാസ്മിയ അമ്മയ്ക്കിൻ്റെ ഭയങ്കര ഇഷ്ടമെന്നല്ലോ. പക്ഷെ എന്തായാലും അറിയോ അവൾക്ക് പുളിവാള കുറച്ച് ഉറപ്പായിന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ അതെന്താണെന്നറിയോ, നമുക്കില്ല ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഷോപ്പിൽ നിന്ന് പച്ചരിയെല്ലാം കൊടുന്നെങ്കിൽ ഓരോന്ന് ഉറപ്പുള്ള പച്ചരി ഇട്ടുന്നു, ഓരോന്നില്ല ചോറിടുമ്പോൾ തന്നെ സോഫ്റ്റാണ് അങ്ങനത്തെ ആയി പോകുന്നു. അതന്ന് കൊടുന്ന തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ കഥ അറിഞ്ഞിട്ട് എങ്ങനത്തെയെന്ന്. അപ്പോൾ ഇത് ഞാൻ സാധാരണ എപ്പോഴും ഇടുന്ന പോലത്തെ ചോറിട്ടത് നല്ല പച്ചരി ആയതുകൊണ്ടില്ലേ അതിലേക്ക് ചോറിന് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉറപ്പായിന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ സോറി ജസ്മിയ ബൈ സോറി വാ അടുത്തതിൽ ശരിയാക്കി തരാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ 3 സെക്കൻഡ് ആയിട്ട് എടുക്കുന്ന വീഡിയോയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ടൗണിലേക്ക് പോയിട്ടുണ്ടായിന്, ഒന്ന് ഒരു ഐസ്ക്രീമെല്ലാം തിന്നിട്ട് വരാം. അപ്പോഴെല്ലാം വന്നതല്ലേ ആക്കിയിട്ട് വരട്ടില്ലേ പിള്ളേരെല്ലാം കൊണ്ടുവന്നിട്ട് പിള്ളേരെല്ലാം കൊണ്ടുവന്ന് ഒരു ഐസ്ക്രീമെല്ലാം കഴിച്ചിട്ട് പോയതാണ്. ഇപ്പോൾ ഈ ഐസ്ബർഗിലത്തെ ഐസ്ക്രീം കഴിച്ചിട്ടില്ല, വേറെ ഒരു ടേസ്റ്റ് ആണെന്നില്ല തോന്നുമ്പോൾക്ക്. അതൊരു ഒരു മജ വേറെ തന്നെയല്ല ഈ ഐസ്ബർഗിലത്തെ. അങ്ങനെ അപ്പോൾ അത് കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ ഇതെപ്പോഴോ പിന്നെ പിറ്റേ ദിവസം രാത്രി നമ്മളെ ഉപ്പാൻ്റെ ആണ്ടുണ്ടായിന് ഇവിടെ തന്നെ നമ്മളെ പുരയിൽ തറവാട്ടിൽ. അങ്ങനെ അപ്പോൾ എടുത്തതാണ്. അപ്പോൾ ആരുമില്ല നമ്മ തന്നെ ഞങ്ങൾ 2-3 പേർക്കാർ കുടുംബം ആള്. അപ്പോൾ ഞാനും മക്കളും പിന്നെ ബാബി ഉച്ചാവും പിന്നെ മച്ചുഞ്ചു മക്കൾ കാക്ക അമ്മായി മോള്. അതിന് അമ്മായിക്കൊരു മോള് ഒരു മോനാന്നുള്ളത്. മോന് വേറെ ജോബിലുള്ള ബാംഗ്ലൂർ. അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും പായസവും നെയ്ച്ചോറ് ബീഫ് കറി പത്തൽ
പിന്നെ എന്താ ചോറ് മീൻ അങ്ങനെ മീൻ ഫ്രൈ അങ്ങനെ എല്ലാം ഉണ്ടായി. അതെല്ലാം കഴിച്ചിട്ടായിട്ടില്ലേ പിന്നെ ഇതിപ്പോൾ വീഡിയോ പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇത്. സംഭവം എന്താ പിള്ളമാർ നമ്മൾ സ്കൂളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് അസ്രൂന് മാംഗ്ലൂർ ഹോസ്പിറ്റലിൽ പോകാണ്ട് എന്നിട്ട് ഞാൻ നല്ല ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിട്ടില്ലേ അങ്ങനെ. അപ്പോൾ അത് അവിടെ എത്താൻ പറഞ്ഞത് ഏകദേശം ഒരു 3-4 മണിക്ക് പറഞ്ഞിന്. അപ്പോൾ ഞാനും അസ്രും പോയിട്ട് പിള്ളമാർ എടുത്തിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ആ മാംഗ്ലൂർ പോയെങ്കിൽ എന്തായാലും രാത്രിയെല്ലാം ആവും വരുമ്പോൾ. അങ്ങനെ പിള്ളമാർ ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ എന്നിട്ട് ഞങ്ങൾ പോകുമ്പോൾ തന്നെ കൂട്ടിക്കൊണ്ട് പോയതാണ്. അങ്ങനെ തന്നൂനും മിന്നിയോനെയോ ഇവിടുന്ന് ലിറ്റിലിൽ നിന്നെടുത്ത് മിതാദിനെ കുമ്പളയിലല്ലോ മിതാദിനെ കുമ്പളയെന്ന് എടുത്തിട്ടായിട്ട് പോയതാണ്. അപ്പോൾ പോകുമ്പോൾക്ക് മച്ചുഞ്ചിയും മോളും വന്നിട്ടുണ്ടായിരുന്നു ഉറപ്പേർക്ക് പോകാൻ പുത്തൂറിൽ ഇറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പോകുന്നുണ്ട് ഇടയ്ക്ക് മിതാദിനെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മിതാദിനെടുക്കുന്നതിന് മുമ്പ് തന്നെ തന്നുൻ്റെ ഇല്ലേ വായിലൊരു ചെറിയൊരു ഇങ്ങനൊരു എന്തോ ഒരു ഇത് പൊന്തിയിട്ടുണ്ടായിരുന്നു, ഒരു വിറ്റാമിൻ കുറവ് പോലെ. അതെന്ത് കഥയെന്ന് അറിയുന്നില്ല. ഒരിക്കലും ഇങ്ങനെ പൊന്തി പല്ലിൻ്റെ സൈഡ് താഴെ. അത് കുറച്ച് കഴിയുമ്പോൾ പൊട്ടുന്നു. പിന്നെ പിറ്റേ ദിവസം പയ്യൊക്കെ പൊന്തിയിട്ട് ഇങ്ങനെ വരുന്നു. കുറേ നായി ഇങ്ങനെ കാണുന്നത്. അത് എന്തിപ്പോൾ കഥ എന്നിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജില്ലാ ഹോസ്പിറ്റലില്ലേ അവിടെ തന്നെ നോക്കുമ്പോൾ അവിടെ ഡോക്ടറില്ല, ഡ്യൂട്ടി ഡോക്ടറുള്ള. അങ്ങനെ ഡ്യൂട്ടി ഡോക്ടർ കാണിച്ചിട്ട് പിന്നെ വിറ്റാമിൻ്റെ മരുന്നല്ലേ ഇതിന് ഇതിൽ കുറവില്ലെങ്കിൽ നേരെ വേറെ ഡോക്ടർ കാണിച്ചോ എന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നടന്ന് മേങ്ങിയിട്ടായതിന് ശേഷം പിന്നെ മിതാദിനെ എടുത്തിട്ടില്ലേ നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ആ വെടീൻ്റെ സ്ഥലത്തെല്ലാം ഒന്ന് കറങ്ങിയതാണ്. ഇപ്പോൾ വെടീൻ്റെ അതെല്ലാം കഴിഞ്ഞിന് കുറച്ചുണ്ടായിന്. അങ്ങ് മെല്ലെ ഒന്ന് നോക്കിയിട്ട് പോകാൻ എന്നിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ നോക്കുമ്പോൾ സാധനങ്ങളെല്ലാം തീർന്നിന്. പിന്നെ ഞങ്ങൾക്കൊരു ഇത് വേണമായിരുന്നു, പാത്രം കയറ്റിടുന്നില്ലേ ബക്കറ്റില്ലേ, നമുക്ക് എത്ര ഉണ്ടെങ്കിൽ തേയുന്നില്ല ബക്കറ്റ്. അപ്പോൾ അതൊന്ന് മേങ്ങാന്നിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ടായി എനിക്ക് ഇഷ്ടപ്പെട്ട കിട്ടിയിട്ടാണ്. അങ്ങനെ അത് മേങ്ങിയിട്ടാ എങ്ങനെ വന്നതല്ലേ എന്നിട്ട് നമ്മളെല്ലാവരും ഐസ്ക്രീമില്ലേ കോണ്, സാധാ കോണ്, അത് കോണ് മേങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് പോയി. അങ്ങനെ പോയിട്ടായതിന് ശേഷം ഇല്ലേ പിന്നെ മച്ചുഞ്ചിൻ്റെ മോളെ ഫ്രണ്ടിൻ്റെ എന്തോ മങ്ങലെല്ലാം ഉണ്ടെന്നിട്ട് ഒരു കേക്കെല്ലാം വേണം എന്നിട്ട് അങ്ങനെ കേക്കെല്ലാം സെറ്റാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞങ്ങൾക്ക് കേക്ക് ആക്കാൻ ടൈമില്ല എന്നിട്ടില്ല. ഞാൻ അനിയത്തിക്ക് ഓർഡർ കൊടുത്ത് തന്ന ഓർഡറിന് അനിയത്തിക്ക് കൊടുത്ത് അങ്ങനെ അനിയത്തിനോട് കേക്ക് മേങ്ങിയിട്ട് നമ്മൾ പോകുന്നുണ്ട്. അവൾ റെഡിയാക്കിയിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനോളോട്. അങ്ങനെ അവൾ റെഡിയാക്കിയിട്ട് ആയതിന് ശേഷം നമുക്ക് കേക്കെല്ലാം കൊടുത്തിട്ട് എന്നിട്ട് ഓളും പെങ്ങും മോളും അവിടെ പുത്തൂർ ഇറക്കിയിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പുരേന്ന് ഇറങ്ങിന് 1 മണിക്ക് ഇങ്ങോട്ടായിട്ട് മാംഗ്ലൂർ നമുക്ക് ഏകദേശം ഒരു 3:30 മണി 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ 4 മണിയാകുമ്പോൾ ഒരു ചായൻ്റെ ഒരു നേരമല്ലേ. അങ്ങനെ ഒരു ചായയും ജസ്റ്റ് ഒരു കടിയെല്ലാം കൂടി കഴിക്കാൻ എന്നിട്ട് മാംഗ്ലൂർ എത്താനാകുമ്പോൾ ജ്യൂസിൻ്റെ ഷോപ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ജ്യൂസ് ഉണ്ട്, കടിയുണ്ട്, ചായ ഉണ്ട്, അങ്ങനെ ഉണ്ട്. അവിടെ നല്ല വിറ്റുണ്ട്. ഞാൻ റൂമിൽ അത് ചായ കുടിച്ചു. ഓർക്ക് ചായ വേണ്ട, ജ്യൂസ് ആവുന്നില്ലേ. ചിക്ക് ജ്യൂസിന് പറഞ്ഞിട്ടുണ്ടായി ഒരു ചിക്ക് ജ്യൂസ് എന്നിട്ട് വലിയ ചിക്ക് ജ്യൂസ് തന്നെ. നമ്മളിപ്പോൾ ജ്യൂസ് എന്നില്ലെങ്കിൽ ഷെയ്ക്കല്ലേ ഇതാക്കിയിട്ട് മേങ്ങുന്നേ. ഇത് ജ്യൂസിൽ തന്നെ പഞ്ചസാരയിട്ട് തന്നിന്. വെറും തണുപ്പില്ലാതെ അതിന് പൈലോട്ട് കൊടുത്തിട്ടില്ലേ ഷെയ്ക്ക് വേണം എന്നിട്ട് അങ്ങനെ ഷെയ്ക്കാണ് എടുത്തത്. ആടെങ്ങനെ പറഞ്ഞാൽ കിട്ടാല പറഞ്ഞ പോലെ തന്നെയാണ് ഓർത്തിരുന്നത്. അതിൻ്റെ നേരെ തർത്തിവായിട്ട് പറയണോ അങ്ങനെ. എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഫസ്റ്റ് ന്യൂറോ ഇല്ലേ മാംഗ്ലൂർ ആടെയാണ് ചെക്കപ്പിന് വന്നത്. അപ്പോൾ ഇവിടെ നാട്ടിൽ വന്നിട്ടാകുമ്പോൾ പിള്ളേർക്ക് ബ്ലഡെല്ലാം ടെസ്റ്റാക്കിയിട്ട് പിന്നെ എല്ലാം ടെസ്റ്റാക്കിയിട്ട് നമ്മൾ പോകും. എന്നിട്ട് അവിടെ റിസൾട്ടെല്ലാം കാണിച്ചിട്ട് ഗുളിക മറ്റും ചേഞ്ച് ആക്കണം അങ്ങനെ ഇങ്ങനെയായിട്ട് പോയതാണ്. അപ്പോൾ അതെന്നെ കുടിച്ചോ എന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 7:30 മണി 8 മണി എന്തോ അതിനൊന്നും തോന്നുന്നു. അവിടെ നിസ്കരിക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ടോണ്ട് നല്ല സമാധാനമായി നമുക്ക്. അങ്ങനെ അവിടെ തന്നെ നിസ്കരിച്ചിട്ടില്ലായിട്ടായെന്ന് നിസ്കരിച്ചിട്ടായതിനു ശേഷം പിന്നീട് നമ്മൾ വന്നത് ഫോറം മാളിൽ വന്നു കയറി. എന്നിട്ട് എല്ലാം ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മെയിനായിട്ട് പോകുന്നതിന് നമ്മൾ പിള്ളേർ ഗെയിമിൻ്റെ ഇവിടെ മറ്റേ മറിച്ചെന്നല്ല ചെറുതുണ്ട്. ഞാൻ നേരെ പോയത് നമ്മളെ പാത്രവും ചട്ടിയുള്ള സംഭവമില്ലേ അടുത്തേക്കാന്ന്. അപ്പോൾ ഇല്ലേ പിള്ളേർ ചെറുതുണ്ടാ ഉമ്മ ഇപ്പോൾ നേരെ പോകുന്നത് കിച്ചൺ ഐറ്റംസിൻ്റെ അടുത്തായിരിക്കും പോകുന്നതെന്നല്ല പറയുന്നുണ്ട്. അങ്ങനെ എനിക്കങ്ങനെ ഈ ഡ്രസ്സ് ചെരുപ്പ് വേഗം അങ്ങനെ നോക്കുന്നൊരു ഇൻട്രസ്റ്റേ ഇല്ലാതെ നേരെ പോകുന്നതാണ് കിച്ചണിൻ്റെ സാധനത്തിന്. ഞാൻ എന്നെ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ഭ്രാന്ത് എന്നിട്ട് പക്ഷേ അമ്മ അതെന്തെന്ന് അറിയുന്നില്ല, ചെല്ലങ്ങ് അറിയില്ല. പെണ്ണുങ്ങളൊരു സ്വഭാവമായിരിക്കല്ലേ. പുള്ളന്മാർ ഗെയിമിൻ്റെ അവിടെ പോയിട്ട് നിങ്ങളവിടെ പോന്നിട്ട് ഒരാടക്കോട്ട് ഞാനിവിടെ പാത്രവും അങ്ങനെ ഇങ്ങനെ കറങ്ങിയിട്ട് ഈ മാളിലേക്ക് പോയെങ്കിൽ ഒരു സംഭവം എന്താ അറിയോ, അവിടെ ടൈം പോകുന്ന അറിയുന്നില്ല.
ഞാൻ ഏകദേശം എത്ര മണിയായിട്ടുണ്ടാവില്ല ഇങ്ങനെ നോക്കുമ്പോൾ ഇല്ലേ എല്ലാം കഴിഞ്ഞിട്ട് നോക്കും 10 മണിയായിട്ടുണ്ട്. നമുക്ക് തന്നെ അതിശയിപ്പോയി എപ്പോൾ 10 മണിയായെന്ന്. ആ മുകളിലേക്ക് പോയെങ്കിൽ ഒരു പ്രത്യേകത എന്താ പറയുക, അവിടെ ഒരു ജനലും ഇല്ല, ഒരു ക്ലോക്കും ഇല്ല, ടൈമും അറിയാല, നേരവും അറിയാല, അല്ല എനിക്കത്തെ അവസ്ഥ. ആടെ തന്നെ ഈ ലൈറ്റിങ്സും ഈ പാട്ടും സൗണ്ടിലില്ല, നമുക്ക് പുറത്തറിയുന്നേലോ. അപ്പോൾ നോക്കും 10-10:30 മണിയാകുമ്പോൾ അതിന് ഭയങ്കര അത്ഭുതമായി പോയി ഞങ്ങൾക്ക്. എനിക്ക് ഓർക്കല്ല അങ്ങനെ. അപ്പോൾ ഞാൻ 10:30 മണിയായേക്കും ബസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്താക്കാണ്ട് മല മറിക്കാണ്ടോട്ട് അങ്ങനെ. അപ്പോൾ മഹദല നല്ല കളിയിലുണ്ടായിരുന്നു ഞാൻ. മാഷാ ഈ ഗെയിമും ഇതെല്ലാം കണ്ടല്ലേ, ഒരു പക്കം പായുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മളതിൽ തട്ടാനൊന്നും നിൽക്കുന്നേ ഇല്ല. അതിലെ കയറുന്നു, ഒരു കീല കയറുന്നു, അപ്പുറത്ത് കയറുന്നു, ഇപ്പുറത്ത് കയറുന്നു അങ്ങനെ. അപ്പോൾ നമ്മൾ എൻ്റെ ബാക്കിൽ തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതിൽ പോകുന്നേലിട്ട്. അത് നല്ല വിറ്റുണ്ട്. ഈ ഒരു കിടായില്ലേ അരീക്ഷ പോലത്തെ ആ സംഭവമില്ല, ആട്ടോയിൽ കയറാൻ തുടങ്ങി. ഇത് തൊടാൻ പെടുന്നില്ല ഓളെ. കാരണം നോക്കോ, ഓള് കയറിയിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഇല്ലേ വേണ്ടാന്ന് തൊഴണ്ടാലിട്ടില്ല, വിടുന്നില്ല. എണിപ്പിച്ചാടുന്ന് ഇരുന്ന് എങ്ങനെ അത് പാപ്പ പേടിച്ചിട്ടില്ലേ ഇങ്ങനെ നിന്നിനാ കിട. ആരെന്താ അറിയില്ല, ഏതോ ഒരു കിട. അവരിങ്ങനെ ചെന്നുണ്ട്, ദീദി കളിക്കട്ടെ, നീ ഇങ്ങോട്ട് ബാ, സൈഡിൽ ഇരിക്കുക, നീ ബാക്കിലിരിക്കുക എന്നല്ലെങ്കിൽ വിടുന്നില്ല, ഓളെ തൊടാൻ വിടുന്നില്ല. അങ്ങനെ അസ്രോടെ തന്നെ നിന്നിന് അവളവിടെ ഇങ്ങനെ തച്ചറിണ്ട തല്ലാക്കിറണ്ട അതിലിട്ട്. പക്ഷെ ഇല്ല, നേരെ കളിക്കുന്നുണ്ട്. ഒരു അത്ഭുതം പോലെ അതിനോ എനിക്ക് ഈ സംഭവം എല്ലാം കാണുമ്പോൾ. ഒരു കയ്യിലെ പോകുന്ന, ഒരു കീല പോകുന്ന, അങ്ങോട്ട് ഇങ്ങോട്ട് പായുന്നു, തട്ടാൻ നമിക്കുന്നില്ല. അതിലെ പോകുന്നതിലിട്ട് പിന്നെ അവൻ്റെ ബാക്കിൽ തന്നെ നടന്ന് കളിക്കട്ടെ എന്നിട്ട് എന്തെല്ലോ നോക്കുന്നുണ്ട്. ഏതെല്ലാം സൗണ്ട് കേൾക്കുമ്പോൾക്ക് അവനക്കില്ല മിതാദ് എന്താക്കി അങ്ങനെ ആക്കണം. മിതാദിൻ്റെ ബാക്കിൽ തന്നെയാണ് അധികം. മിന്നും തന്നെ പോകുന്നത്, എന്നാലും കൂടുതൽ മിതാദും ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കാൻ പോകുന്നത്. ഓനിവിടെ കാടിട്ടിട്ടില്ലേ ഒരു ഗെയിമെല്ലാം കളിക്കുന്നുണ്ട് മിതാദും മിന്നു തന്നെയല്ലോ, അതുപോലെ ആക്കണമെന്ന് ഓനിക്കും. ഓനും ബട്ടൺസിനെല്ലാം തക്കാൻ പോകുന്നുണ്ട്, ഇപ്പുറത്തെല്ലാം തിരിക്കാൻ പോകുന്നുണ്ട്, അപ്പുറത്തെല്ലാം നോക്കുന്നുണ്ട്. എടാ മിതാദ് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ജോലി നിൽക്കാൻ പോയിന്. അങ്ങനെ പിള്ളേരുടെ ഗെയിമെല്ലാം കളിച്ചിട്ടില്ലേ. മിന്നുക്ക് എന്തിപ്പോൾ കിട്ടിയ, മിന്നുക്ക് എന്തോ ഒരു ചോക്ലേറ്റ് കിട്ടീന്. നമ്മൾ സിൽക്കില്ലേ, സിൽക്ക് കിട്ടിയിട്ടുണ്ടായി. ഞാൻ ഗെയിം കളിച്ചിട്ട് ഒരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിന്. ഓരോന്നിൽ ജയിച്ചു, ഓരോന്നിൽ തോറ്റു. അങ്ങനെല്ലാം ആയിട്ട് ഒരു മജ്ജ. എപ്പോഴെങ്കിലും പോയിട്ടാകുമ്പോഴേക്ക് ഇങ്ങനെല്ലാം പോകുന്നത് ഒരു കസറു വന്നിട്ടാകുമ്പോൾ തന്നെയാണ് നാട്ടിൽ വന്നിട്ടാകുമ്പോൾ. അപ്പോൾ ഒരു എന്താണ് നമ്മൾ മൈൻഡെല്ലാം ഒന്ന് ഫ്രീ ആവാനും ഒരു ഇതാവാനും ഒന്ന് പുറത്ത് പോകാൻ നല്ലൊരു മജല്ലേ. അങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കലും ഇങ്ങനെ പോകലുണ്ട് വന്നെങ്കിൽ. അപ്പം അന്നെങ്കിൽ എപ്പോഴും കൊല്ല ഇലങ്കെല്ലാം കയറ്റി ഇങ്ങനെ കറങ്ങൽ തന്നെയാണെന്ന് പറഞ്ഞാൽ പൊരലുണ്ടാവില്ലേ ഇല്ല. ഈ ഓർഡർ കൊടുക്കുന്ന ആ ഒരു ടൈമിന് അങ്ങനെല്ലാം പൊരലുണ്ടാവും. മറ്റേ ചിലക്ക് അധികം അങ്ങോട്ടും ഇങ്ങോട്ട് പോന്നെയും വരുന്ന എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് എന്ത് സംഭവമെങ്കിലേ അത് ആ നാട്ടിൽ നിന്ന് പോകുന്നേരത്തോളം പോകാൻ തന്നെ ഉണ്ടാകും. പോയിട്ടാകുമ്പോൾ പിന്നെ മതിയായി, പിന്നെ പേലോട്ട് വന്നിട്ടാകുമ്പോൾ അങ്ങനെ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടായിട്ടില്ലേ. പിന്നെ നിങ്ങളുടെ കളിക്ക് ഞമ്മാടെ പോകുന്നില്ല. ഞാനവിടുന്ന് നേരെ പത്രത്തിൻ്റെ അടുത്തേക്ക് പോയി നഞ്ഞി. അങ്ങനെ ഏതാ പിള്ളേരെല്ലാം നല്ല കളിയിലുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഞാൻ എന്താ ഷോർട്സിൻ്റെ റിങ്ങിൻ്റെ ഷോർട്സ് ഇല്ലേ, അത് കണ്ടിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ബ്ലൂ റിങ് അത്ര മതിയില്ല, ബ്ലാക്ക് എങ്ങ് നല്ല ഉണ്ടാട്ടേനു. അതങ്ങനെയാണ് സംഭവം. എന്താ പറയുക, ഞാൻ എൻ്റെ അന്നൊരു ബ്ലൂ റിങ് ഉണ്ടായി ആ ഒരു ഞാൻ പറഞ്ഞത് ബ്ലൂ ആക്കാൻ. ആ ഷോപ്പിലത്തെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതിനാട്ടി മജ ഉണ്ടാവും, റെഡാ ബ്ലാക്കാ അങ്ങനത്തെ മജ ഉണ്ടാവും എന്നല്ല പറയുന്നത്. പക്ഷെ ഞാൻ എന്നെ വേണം ടക്കിയ നോക്കുമ്പോൾ ഇത് ഇപ്പം ഇല്ല, ഒരു പങ്ങയില്ല, ഒരു കളർ ഒരു ലൈക്ക് ആയിട്ടില്ല. പക്ഷെ അതിന് മാറ്റിയിട്ടില്ലേ ബ്ലാക്ക് ആക്കണം. കുറേ ആൾ കമൻറ്റ് ഇട്ടിന് ബ്ലാക്ക് അങ്ങ് നല്ല ഉണ്ടാട്ടി, ബ്ലൂ നാട്ടി നല്ല ഉണ്ടായിരുന്നു, ബ്ലാക്ക് കാഞ്ഞി നല്ലിട്ട്. പിന്നെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ട് എന്താ പറയുക, വലുതായിട്ട് പാങ്ങില്ല, ചെറുതങ്ങ് പാങ്ങണ്ടാട്ടിയെന്ന്. ഞങ്ങൾക്കില്ലേ എന്തെന്തോ ചെറുതൊരു കണ്ണിലൊക്കെ ഒരു എത്ര ലൈക്കാന്നില്ല, ഒരു ബെൽറ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അതിന് എൻ്റെ പൊരുക്കാറെല്ലാം ചെന്നക്കൊള്ളി അള്ളിക്കാറും ചെലവിൽ വലിയ ഇട്ടെങ്കിൽ ചെറിയ പൊന്നു വേണ്ടി അപ്പോൾ വാങ്ങുന്നാൽ പൊന്നിൽ എന്തള്ളിക്കാറുന്നായെങ്കിൽ മൊസയില്ല എനിക്ക് ഇഷ്ടം വലുത്. അത് അശ്രുക്കായെങ്കിൽ അങ്ങനെ ഈ ചെറിയതെന്ത് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. കല്ലിൻ്റെ മിന്നിൻ്റെ സ്റ്റോണെല്ലാം ഉള്ളതൊന്നും ബെൽധരിച്ച കാണാനുള്ളത് തന്നെയാണ് അശ്രുവിന് ഇഷ്ടം. അതിനോട് രണ്ടാളെ ഇഷ്ടം ഒരേപോലെ ആയതുകൊണ്ട് സമാധാനം. ഞാൻ അനിയത്തിൻ്റെ പറ്റി പൊന്നു വാങ്ങാൻ പോയെങ്കിൽ തന്നെ ഇല്ലേ ഒരു ചെറുതെടുക്കുമ്പോൾ ഞാൻ ഒരു വലുതെടുത്തു, ഒരു ചങ്കിലെ കാണട്ടെ, ഒരു കൈക്ക് കാണട്ടില്ലേ, എങ്ങനെയെങ്കിലും ചെറുതെടുത്തല്ല ഞാൻ മെല്ലെ ചെല്ലിട്ട് എങ്ങനെയെങ്കിലും ഒരു ഇത്തിരി വലുതാക്കിയിട്ട് കൊടുക്കും ഞാൻ അങ്ങനെ. അപ്പോൾ പിന്നെന്ത് അനക്ക് തന്നെ എന്തെങ്കിലും സാധനം എന്തെങ്കിലും കൊണ്ട് മേങ്ങാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ തോരക്കും, അതാ പൊന്നിൻ്റെ പൊടിയെ കയറുമ്പോൾ അതാ ബെൽത്തൻ്റെ തലക്ക് വന്നിട്ട് പോകണം കേട്ടോ. അങ്ങനത്തെ എല്ലാം ബോളത്തരെല്ലാം ഉണ്ട് എൻ്റെ അങ്ങനെ. അപ്പോൾ ഇല്ലേ ഇന്നലെ സിറ്റി സെൻറ്ററത്തെ വീഡിയോ കാണുമ്പോൾ
ആരോ പറയുന്നുണ്ടായിന് നമ്മൾ ബാംഗ്ലൂർ തന്നെ പക്ഷേ ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ ബർട്ടാങ്ങി എന്നുള്ളതിട്ട് അപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ സിറ്റി സെൻറ്ററല്ല ഫോറം മാൾക്കാണ് പോയത്. അവിടെ എന്തെങ്കിലും അവിടെ നല്ല നല്ല പാത്രങ്ങളെല്ലാം ഉണ്ട് എന്നിട്ട് ഇങ്ങനെ നേരെ അറിയല ആരോ പറയുന്നല്ല കേട്ടിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഫോറം മാൾക്ക് പോകാൻ ഇഷ്ടം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് എന്നെ കാണുന്നത് കപ്പും ഗ്ലാസ് തന്നെയാണ് എൻ്റെ കണ്ണിലേക്ക്. അതിനെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഓരോന്നോരോന്ന് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായി. അതെല്ലാം എടുത്തിട്ടായിട്ട് പിന്നെ നമ്മൾ വന്നതാണ് അവിടുന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഏകദേശം ഒരു 10-10:30 മണിയായിന്. പുള്ളമാർക്കെല്ലാം നല്ല പൈച്ചിട്ടുണ്ടായിന്. അങ്ങനെ അവിടെ തന്നെ KFC തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നതാണ്. പിന്നെ മഹദില്ല നല്ല കളിയിലുണ്ടായി. ഫസ്റ്റ് ഭയ ഓന് കൈ എന്തോ കുറച്ച് സ്ലിപ്പായിട്ട് ഇങ്ങനെ കൈ എന്തോ നമ്മളതിന് ഓന്. പിന്നെ അതിൻ്റെ ബേജാറ് കളിയും മതിയായി ചിരിയും മതിയായി കരിഞ്ഞോണ്ടായിന്ന് പറഞ്ഞാൽ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പെരക്ക് പോയതാണ്. പെരക്ക് പോകുമ്പോൾക്ക് ഏകദേശം ഇല്ലേ 12 മണിയോ 11 മണിയോ എന്താ അതിനെ കുമ്പളെത്തുമ്പോൾക്ക് ഇപ്പോൾ വെടിയോ സംഭവങ്ങളല്ലേ വെടി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 ദിവസം എത്രയല്ലേ, അതുകൊണ്ട് തന്നെ ഫുള്ള് വന്നായിട്ടില്ല. ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഓരോന്നോരോന്നുണ്ടായിന്. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ചായ്പുണ്ടില്ലേ ചായ്പുണ്ടായിരുന്നു വെച്ചാൽ അതൊന്ന് 2 പീസാന്ന് മേടിച്ചിട്ടുണ്ടായി വെറുതെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ട പോലല്ല, അത്ര വലിയ ടേസ്റ്റ് ഇല്ല, നമുക്കറിയാം അത്ര വലിയ ലൈക്കായിട്ടില്ല. അങ്ങനെ അതെല്ലാം മേടിച്ചായിട്ട് നമ്മൾ പെരക്ക് പോയതാണ്. നമുക്ക് പെരക്കെത്താൻ ഭയങ്കര ഇൻട്രസ്റ്റ്. മേങ്ങിയ പാത്രത്തിനെല്ലാം നേരെ ഒന്ന് നോക്കണ്ടേ പെരക്കെത്തിയിട്ട് അതിന് ശേഷം അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പീസ് വന്നിട്ട് അങ്ങനെ മേങ്ങിയതാണ്. ചായ്പുണ്ടായിരുന്നു വെച്ചാൽ ചായ്പുണ്ടല്ലേ അതിന്. അപ്പോൾ ഇങ്ങനെ ഒരിത്തിരി വെള്ളമല്ലേ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരിത്തിരി വെള്ളവും കാമ്പെല്ലായിട്ട് മസയില്ല മജണ്ടായി. സ്നാക്സ് അങ്ങനെ ഇങ്ങനെയായിട്ട് കുറേ ഡൗട്ടല്ല ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലെല്ലാം. അതിൻ്റെ എല്ലാം റിപ്ലൈ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് തരാവേ, നല്ല നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ആരോ ഓർഡർ തരാൻ നിങ്ങൾ നമ്പർ തരാമെന്നല്ല ചോദിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്കില്ലേ യൂട്യൂബിൽ അങ്ങനെ നമ്പർ ഇടാൻ കഴിയലാ, അതിൻ്റെ എന്തോ ഇതുണ്ട്. നിങ്ങൾക്ക് നമ്പറെല്ലാം വേണമെങ്കിൽ ഇൻസ്റ്റാൾ വേവേ ആവശ്യമുള്ളവർക്ക്. ഓക്കെ, അപ്പോൾ അത് ആ പാത്രമെല്ലാം മേങ്ങിയിട്ട് ഞാനിപ്പോൾ എനിക്ക് എത്തിന് സംഭവങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കാണാൻ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞില്ല കണ്ടിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ സെറ്റായിട്ടില്ലേ പ്ലേറ്റിന് സെറ്റായ ബൗള്, ചെറിയൊരു പ്ലേറ്റ്, ഗ്ലാസ് എല്ലാം എടുത്തിന് ഇതേ കളർക്ക് മാച്ചായിട്ട് തന്നെ. അത് നമ്മൾ സെറ്റായിട്ട് ഇങ്ങനെ വരുന്നല്ലേ, നമ്മൾ തന്നെ വേറെ എടുക്കുന്നതാണ് സെറ്റ് അറിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ വൈറ്റ് എല്ലാം പൊട്ടിയിട്ട് പോയിന് പ്ലേറ്റെല്ലാം. അങ്ങനെ പിന്നെ ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ആണ് പ്ലേറ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ 12 എടുത്തിന്. ഫസ്റ്റ് ഒന്നുണ്ട് 6 നിങ്ങൾക്ക് പൊട്ടിക്കാനായി, 6 വന്നവർക്ക് ചോറ് കൊടുക്കാനായി. ഈ പ്ലേറ്റ് കൊടുന്നതിന് ശേഷം ഇല്ലേ ഞാനും മക്കളെല്ലാം തന്നെയാണ് കഴിച്ചത് പറഞ്ഞാൽ കുറച്ചൊന്ന് കഴിക്കാം, നമുക്ക് കഴിച്ചിട്ട് പൊടിയുമ്പോൾ സൊക്കേഷിലൊക്കെ പുതിയതെല്ലാം കൊണ്ടുപോയിട്ട് ഫസ്റ്റ് തന്നെ സൊക്കേഷിൽ വെച്ചാൽ നമുക്ക് ഇപ്പോൾ തോന്നി രാസ തീരുന്നല്ലേ. അപ്പോൾ ഞാൻ ഒരിക്കലും വെക്കല എടുത്തേക്കല്ല. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാം അറിയാതെ നമുക്ക് എടുത്തിട്ട് കഴിച്ചിട്ട് എല്ലാം എടുത്തിട്ട് ആയതിനു ശേഷം വെക്കും ഞാൻ സൊക്കേഷ്. പിന്നെ വെള്ളപ്പത്തിൻ ചട്ടി മേടിയിട്ടുണ്ടായി ഒരു 4 ഇപ്പോൾ വെള്ളപ്പത്തിൻ ചട്ടി ഞങ്ങൾക്ക്. അപ്പോൾ 100-200 ഓർഡർ ഉണ്ടെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ കഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ. അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റും എന്തായാലും മറന്നു പറഞ്ഞാൽ വീഡിയോ നോക്കുമ്പോൾ തന്നെ ലൈക്കും കമൻറ്റും ഇടണം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.